നമസ്കാരം. മലയാള സിനിമാ ലോകത്തെ നടിമാരെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് മാത്രം ഭാഗ്യമുള്ള നടികൾ, നമ്മൾ തന്നെ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇത്ര ഒരു നടികളുള്ള ഒരു സമൂഹം മലയാള സിനിമ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അത് ഇന്ത്യക്കും ഈ മലയാളം മുഖേന ഇന്ത്യക്കും അതൊരു വലിയൊരു അഭിമാനമാണ്. ഓസ്കാറിന് വരെ പോകാനുള്ള യോഗ്യതയുള്ള നടിമാർ നമ്മളെ മലയാളത്തിലുണ്ട്. നമുക്ക് ആദ്യം ഉർവശി അവാർഡ് കിട്ടിയത് ശാരദയ്ക്കാണെന്ന് തോന്നുന്നു. അത് എത്രയോ പേർക്ക് ഇവിടെ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് എത്രയോ പേർക്ക് അർഹതയുള്ളവർക്കും കിട്ടാതെ പോയ അവാർഡ് കിട്ടാതെ പോയവരുണ്ട്. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അത്രമാത്രം പുതുതായിട്ടൊന്നല്ല, കഴിഞ്ഞ കുറേ നാൾ പാർവതി തിരുവോത്ത്, ഉർവശിയെക്കുറിച്ചൊക്കെ നമുക്ക് എന്തുകൊണ്ട് അവരുടെയൊക്കെ റേഞ്ചുകൾ അല്ലേ. നമുക്ക് ഭാഗ്യമുള്ളവരാണ്. കാരണം ഇത്രയും ഉർവശിയുടെയൊക്കെ കോമഡി ആണെങ്കിൽ കോമഡി, സീരിയസ് ആണെങ്കിൽ സീരിയസ്, അങ്ങനെ എന്തുമാത്രം കഴിവുണ്ട് ഇവർക്കൊക്കെ. ശരിക്കും ഉർവശിയെ പോലുള്ളൊരു അവരുടെയൊക്കെ ഒരു സിനിമ വന്നാൽ ഞാൻ സിനിമയുടെ സബ്ജക്റ്റ് നോക്കാറില്ല, കാണുമ്പോൾ. കാരണം അവരുടെ ആ അഭിനയത്തിൻ്റെ ആ റേഞ്ചിൻ്റെ ഇത് ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ മലയാള സിനിമാ ലോകത്തെ കുറ്റം പറയും സംവിധായകരെയൊക്കെ. കാരണം എത്രയോ പേര് കഴിവുള്ളവർ പുറത്ത് വയ്ക്കുന്നു, എത്രയോ പേര്. എന്തൊരു മലയാള സംവിധായകന്മാരൊന്നും കണ്ടെത്തുന്നില്ല. ഇന്ത്യക്ക് തന്നെ മുതൽക്കൂട്ടാവുന്ന നടിമാരിവിടെ ഉണ്ട്, അവർ കണ്ടെത്തുന്നില്ല. അവസരങ്ങൾ ചോദിച്ച് ഒന്നും കിട്ടാതെ നിരാശരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അത് നടിമാരെല്ലാം നടന്മാരെല്ലാം വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയവരുണ്ട്. ഈ ഉള്ളിൽ കിടക്കുന്ന, അതായത് സിനിമാ ലോകത്ത് ഇപ്പോൾ നിലവിലുള്ള നടന്മാരെ നടികളെ അപേക്ഷിച്ച് തന്നെ എന്തുമാത്രം പേര് അവസരങ്ങൾ കിട്ടാതെ പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം, എല്ലാവർക്കും അങ്ങനെ അവസരം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ. ഇപ്പം അങ്ങനെ ദിവസം ഓരോ സിനിമ വെച്ച് ഇറക്കാൻ പറ്റുമോ? അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. ഉള്ളതിൽ വെച്ച് എല്ലാവരും നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരിതുണ്ട്. തിരിച്ചറിയാത്ത സംവിധായകരൊക്കെ വന്നിട്ട് തിരിച്ചറിയാത്ത ഒത്തിരി പേര്. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര അഭിനയമോഹമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാടകമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എനിക്ക് ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പേ നാടകമാണ് എൻ്റെ വഴി എന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി തെരുവ് നാടകങ്ങളും അമേച്ചർ നാടകങ്ങളൊക്കെ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സമയത്ത് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ എങ്ങനെയോ ഒതുങ്ങി പോയി. ഉള്ളിൽ ഭയങ്കര ആഗ്രഹം അഭിനയത്തോട്. കുറേ നാൾ ചാൻസിന് വേണ്ടിയൊക്കെ നടന്നു നിന്നിട്ടും ഒന്നും രക്ഷയൊന്നുമില്ല. പിന്നെ ഒതുങ്ങിക്കൂടി. ഇതുപോലെ എത്ര ആൾക്കാരല്ലേ ഈ നടിമാരുടെ. സംവിധായകരൊക്കെ ഇത് കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാരതത്തിന് അഭിമാനം കിട്ടാവുന്ന നടികൾ ഇവിടെ ഉള്ളത്. സംവിധായകർ എന്തേ തിരിച്ചറിയുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ നടികളെ വയ്ക്കും, പടം എടുക്കും, അങ്ങ് പോകും. അങ്ങനെയല്ല, കണ്ടെത്തണം. ഇത് പറയാൻ കാരണം, ഈ അടുത്ത കാലത്തിൽ ഒരു ഉഗ്ര നടിയെ നമ്മൾ കണ്ടു. അവർ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊരു അവാർഡ് ഉണ്ടല്ലോ, ഓസ്കാർ അവാർഡ്. അതിനൊക്കെ വാങ്ങാൻ നല്ല റേഞ്ചുള്ളവരാണ്. പക്ഷെ അവരാരും തിരിച്ചറിയുന്നില്ല. ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴോ എപ്പോഴോ മോണോ ആക്ടിലേക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയസിൽ മോണോ ആക്ടിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വന്നായിരുന്നു. അപ്പോഴാണ് ജനങ്ങൾ ഇവർ ഭയങ്കര കഴിവുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നത്. ശരിക്കും അത് കഷ്ടമായിപ്പോയി. ഞാൻ തന്നെ ഫോട്ടോ ഉണ്ട്. ഇവർക്ക് ഇത്രയും, നമുക്കെല്ലാം അറിയാം അവരെ. പക്ഷെ ഇത്ര ഒരു കലാവാസന ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ജനങ്ങൾ കണ്ടു. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ
അവരുടെ ആ അഭിനയ മുഹൂർത്തങ്ങൾ വൈറലാണ്. പക്ഷെ അവർക്ക് കിട്ടിയ വേദിയാണ് ഒരു പബ്ലിക് പ്ലേസ് ആയിപ്പോയി. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ എവിടെ വെച്ചാണ് ഒരു പബ്ലിക് സ്പേസ് ആയിപ്പോയി. അവർക്ക് നല്ലൊരു വേദി കിട്ടിയില്ല, അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ നല്ലൊരു വേദി കിട്ടിയില്ല. പക്ഷെ കിട്ടിയ വേദി അവർ നന്നായിട്ട് യൂസ് ചെയ്തു. അത് കാരണമാണ് ഇപ്പോൾ സംഭവം വൈറലായി അവരെ ജനങ്ങൾ അറിഞ്ഞത്. ഇത്രയും കലാവാസനുള്ള അഭിനയിക്കാൻ ശേഷിയുള്ള ആളാണെന്ന് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. അവർ സ്വയം അതിനുവേണ്ടി ഇറങ്ങുമായിരുന്നു. വിവിധ ഭാവങ്ങളാണ് അവരുടെ ഒരു ചില നിമിഷങ്ങൾ കൊണ്ട് വിവിധ ഭാവങ്ങൾ അവരുടെ മുഖത്തൊക്കെ അവർക്ക് തെളിയിക്കാൻ കഴിയും. ആദ്യം സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഓരോരോ ഭാവങ്ങൾ അത് കാണണം കേട്ടോ, നല്ല രസമുണ്ട്. അവസാനം രൗദ്രഭാവം, അവസാനം തളർച്ച, കഴുത്തൊക്കെ വേറെ ദിശയിലേക്ക് എങ്ങനെയൊക്കെ പോയി അഭിനയിച്ചേ കഴുത്തൊന്നും വയ്യ. പിന്നെ ഐ സിയിൽ കിടന്ന് ഉള്ള ഒരു ഐ സിയിൽ ഒരു രോഗി കിടക്കുമ്പോൾ എങ്ങനെ അതൊക്കെ എന്ത് പെർഫോമൻസ് അവർ കാണിച്ചതറിയോ. ഇത്രയും കഴിവുള്ള നടി നമ്മൾ കണ്ടിട്ട് മലയാള സിനിമയുടെ നഷ്ടമാണെന്നാണ് ഞാൻ പറയുന്നത്. മലയാള സിനിമ മുഖാന്തരം ഇന്ത്യൻ സിനിമയുടെ നഷ്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാള സിനിമ സംവിധായകർ അവരെ തിരിച്ചറിഞ്ഞ് അവർ കൂടുതൽ വേഷങ്ങൾ കൊടുക്കണം. ഇതിപ്പോൾ അവർ സ്വയം നടത്തിയ ഒരു അഭിനയമാണ്. ഒരു പ്ലാറ്റ്ഫോം കിട്ടി അവർക്ക്, അവരുടെ കഴിവ് പുറം ലോകത്ത് അറിയിക്കാനായിട്ട് അവർക്കൊരു വേദി അവർ സ്വയം തിരഞ്ഞെടുത്തൊരു വേദിയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് സംവിധായകരൊക്കെ അവർക്ക് നല്ല വേഷം കണ്ടെത്തി കൊടുക്കണം. അവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ എന്തുകൊണ്ട് അവരുടെ ഈ പ്രകടനം കാഴ്ചവെച്ചത് എന്തൊരു അഭിനയമായിരുന്നു, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് പിന്നീട് അവർ ഐ സി കിടക്കുന്നവരെങ്ങൊക്കെ അവർ അഭിനയിച്ച് കാണിച്ചു. ഐ സി യുവിൽ കഴുത്തൊന്നും അവർക്കൊന്നും എടുക്കാനൊന്നും വയ്യ. എന്തോ ഒരു അഭിനയമായിരുന്നു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഉർവശി അവാർഡോ അല്ലെങ്കിൽ ഓസ്കാർ അവാർഡൊക്കെ കിട്ടേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക്, ഈ ഇത്രയും കഴിവുള്ള ഒരാൾക്ക് നല്ല നല്ല വേദികൾ, അവരുടെ കഴിവ് പുറത്ത് അറിയിക്കാനുള്ള നല്ലൊരു വേദിയൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നടിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ പേര് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തൊരു പെർഫോമൻസ്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി. കഷ്ടം അല്ലാതെ എന്തോന്ന് പറയാൻ. കഷ്ടം എന്ന് പറഞ്ഞാൽ പരമം കഷ്ടം, ദയനീയമായിട്ടുള്ളൊരു കഷ്ടം. ഞാൻ ഇന്ന് ഒത്തിരി നേരം അവരുടെ പെർഫോമൻസിൻ്റെ ആ രംഗങ്ങൾ ഇങ്ങനെ കണ്ടു, വീണ്ടും എടുത്തിട്ട് കണ്ടു. ആ വിവിധ ഭാവങ്ങൾ വരുന്ന നവരസങ്ങളെന്നൊക്കെ പറയില്ലേ, അതുപോലെ വിവിധ ഭാവങ്ങൾ വരുന്ന ആ പ്രകടനം കാണേണ്ടത് തന്നെ. ഈ അഭിനയിച്ചത് ഇന്നിപ്പം കേൾക്കുന്നു, ഇങ്ങനെ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിലെത്തി റെസ്റ്റിലാണെന്ന് കേൾക്കുന്നു. അഭിനയത്തിൻ്റെ അവരുടെ സർവ്വ കഴിവെടുത്ത് അവരുടെ സർവ്വ ഊർജവും എടുത്ത് അഭിനയിച്ചതല്ലേ, താന്നുപോയി പാവം. എനിക്ക് മലയാള സിനിമാ ലോകത്തിനോട് ഒരു അപേക്ഷ കൂടിയുണ്ട്, സംവിധായകരുടെ അപേക്ഷയുണ്ട്. ഇന്ത്യൻ സിനിമ സംവിധായകർ എന്നെ ശ്രദ്ധിക്കണം ഈ നടിയെ. അവർക്ക് നല്ല നല്ല വേഷങ്ങൾ കൊടുക്കണം. നമ്മൾ ജനങ്ങളെല്ലാവരും അവർക്ക് നല്ല അഭിനയത്തിൻ്റെ നല്ല ഉന്നതിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം.